നിങ്ങൾക്കൊരു റീഡിംഗ് ജേണൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടോ? പക്ഷേ ഏതൊക്കെ പേജസ് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഈ 3 പേജസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ലിറ്റിൽ സ്റ്റിൽ ലൈഫ്. സോ വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ജേർണലിംഗ് കോണ്ടന്റ്സ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ, റീഡിംഗ് ജേർണൽ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഡസൻ പേജസിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് സ്പ്രെഡ്സ് മതിയാവും കേട്ടോ. ദാറ്റ് വിൽ ആക്ച്വലി ഹെൽപ്പ് യു വിത്ത് യുവർ റീഡിംഗ്. സോ ഞാൻ ഫസ്റ്റ് ചെയ്ത പേജ് എന്താണെന്ന് വെച്ചാൽ റേറ്റിംഗ് സിസ്റ്റം പേജാണ്. ഈ ഒരു പേജ് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ വായിക്കുന്ന ബുക്സ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റേറ്റ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. സോ ഫസ്റ്റ് ഈ പേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പേപ്പറിൽ മൈ റീഡിംഗ് റേറ്റിംഗ് സിസ്റ്റം എന്ന് ഹെഡിങ് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോ കണ്ടു പരിചയമുള്ളവർക്ക് അറിയാം, ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് മോസ്റ്റ് ഓഫ് ദ പേജിലും ഉപയോഗിക്കുന്നത്. സോ ഏതൊരു ടൈപ്പ് ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാനും നിങ്ങൾക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സോ കാര്യങ്ങളോ ആവശ്യമില്ല. കഴിഞ്ഞ പേജിൽ ഉപയോഗിച്ചേക്കുന്ന സെയിം പാറ്റേൺ പേപ്പർ തന്നെയാണ് കേട്ടോ ഇതും ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് തന്നെ ചെയ്തേക്കുന്നതാണ്. റേറ്റിംഗ് സിസ്റ്റത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാനിവിടെ 1 to 5 സ്റ്റാർ സിസ്റ്റമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഞാനത് കളർ കോഡ് ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഞാൻ ഈ കളേഴ്സ് ത്രൂ ഔട്ട് എൻ്റെ ജേർണലിൽ യൂസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് എങ്ങനെയാണ് ഞാൻ ആ കളേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പിന്നീടുള്ള പേജസിൽ കാണാൻ പറ്റുന്നതായിരിക്കും. ഐ തിങ്ക് ദിസ് ഈസ് എ ഗുഡ് പ്ലേസ് ടു സ്റ്റാർട്ട് എ റീഡിംഗ് ജേർണൽ. ബിക്കോസ് ഇത് നിങ്ങളൊരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ആ ബുക്സ് നിങ്ങളെ എങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചു എന്നും അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ തോട്ട്സും നിങ്ങൾക്ക് എങ്ങനെ റെക്കോർഡ് ചെയ്യാന്നുള്ള ഒരു ബേസിക് ഐഡിയ തരാൻ ഹെൽപ്പ് ചെയ്യും. ഈ ഔട്ട്ലൈനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡിങ്ങിന്റെ കാര്യം കംപ്ലീറ്റ് ആയിട്ടോ. എൻ്റെ പഴയ ജേർണലിലും ഞാൻ ഈ സെയിം റേറ്റിംഗ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് കേട്ടോ. ബട്ട് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാണ് ഇവിടെ ഞാനിത് ചെയ്യുന്നത്. ഇത് കണ്ടവർക്ക് ഇത് കാണുമ്പോൾ ആ വ്യത്യാസങ്ങൾ മനസ്സിലാവുന്നതാണ് കേട്ടോ. ആരെങ്കിലും ആ ഡിഫറൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബിലോ. സോ ഞാനിവിടെ 5 റേറ്റിംഗ് സിസ്റ്റത്തിനും 5 പേസ്റ്റൽ കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ സ്റ്റാർ സിസ്റ്റം അല്ലാണ്ട് നിങ്ങൾക്ക് നമ്പേഴ്സ്, കളേഴ്സ്, ഇമോജീസ് ഓർ എനി കാറ്റഗറീസ് അങ്ങനെ നിങ്ങൾക്ക് പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റിയ എന്ത് യൂസ് ചെയ്യാം. സാധാരണ നമ്മൾ സ്റ്റാർ സിസ്റ്റത്തിലല്ലേ ഒരു ബുക്കിനെയോ മൂവിയോ റേറ്റ് ചെയ്യുക. അതുകൊണ്ട് ഞാനിവിടെ സ്റ്റാർ സിസ്റ്റം യൂസ് ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ എന്തിൻ്റെ ബേസിലാണോ ഞാനൊരു ബുക്കിനെ റേറ്റ് ചെയ്യുക ആ ഒരു കാര്യം ഞാനിവിടെ എഴുതി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ആ ബുക്സിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാനൊരു സ്റ്റാറിൻ്റെ 5 സ്റ്റാർ വരുന്ന എന്താ പറയുക ആ ഒരു സ്റ്റിക്കർ അത് പ്രിൻ്റ് ചെയ്തെടുത്തേക്കുന്നതാണ് ഞാൻ. ആ സംഭവം ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് സ്റ്റാർ ഇങ്ങനെ വൃത്തിയിൽ വരക്കാൻ അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അത് ഞാൻ പ്രിൻ്റ് ചെയ്തെടുത്താണ്. നിങ്ങൾക്ക് വേണമെങ്കിലും പ്രിൻ്റ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ഇമോജീസും കാര്യങ്ങളും വരച്ചു കൊടുക്കുന്നു. പിന്നെ സ്റ്റിക്കേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇതും കൂടി ചെയ്താൽ ഈ പേജ് കംപ്ലീറ്റ് ആയിട്ടോ. നിങ്ങൾക്ക് ഇതിലും സിമ്പിളായിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഞാൻ ഇച്ചിരി അലങ്കാരം ആക്കിയതേ ഉള്ളൂ. എനിക്ക് വായിക്കാൻ ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു പേജ്. നമ്മൾ അടുത്ത് ഇനി ചെയ്യാൻ പോകുന്നത് റീഡിംഗ് ഗോൾസിൻ്റെ പേജാണ്. ഈ റീഡിംഗ് ഗോൾസ് പേജ് നിങ്ങൾക്ക് കണ്ടു പരിചയമുണ്ടെങ്കിൽ അത് വേറൊന്നും കൊണ്ടല്ല, ഇത് ഞാൻ എൻ്റെ പഴയ റീഡിംഗ് ജേർണലിൽ യൂസ് ചെയ്ത പേജാണ് കേട്ടോ. അതിനെ നമ്മളിവിടെ റീക്രിയേറ്റ് ചെയ്യുവാണ്. ഈ ഒരു ഷീറ്റ് ഈ ബുക്കിൻ്റെ പേജിനേക്കാൾ വലുതാണ്. അതുകൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു എൻവലപ്പിൽ പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതും ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്ത പ്രിന്റഡ് പേപ്പറാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഈ എൻവലപ്പിൻ്റെ ഉള്ളിൽ കയറുന്ന സൈസിൽ വേണം ആ ഷീറ്റ് കട്ട് ചെയ്യാൻ. അതിൻ്റെ ഹെഡിങ് പോർഷനും കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. റീഡിംഗ് കോഴ്സ് ചെയ്യാൻ ആദ്യം നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇയറിൽ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഡിസൈഡ് ചെയ്യണം. അത് വേണമെങ്കിൽ എത്ര ബുക്സ് വായിക്കണം എന്നായിരിക്കും, ഓർ ഫിക്ഷണൽ ബുക്സിൻ്റെ കൂടെ കുറച്ച് നോൺ ഫിക്ഷണൽ ബുക്സ് വായിക്കണം എന്നായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീരീസ് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു തീർക്കണമെന്നായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് വായിക്കുന്ന ആളാണെങ്കിൽ ഒരു ബുക്ക് കുറേ കാലമായിട്ട് നിങ്ങൾ വായിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇയറിൽ അത് വായിക്കാമെന്ന് ഗോൾസ് വെച്ചിട്ട് വായിക്കാം. അപ്പോൾ അത് അക്കംപ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു മോട്ടിവേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഈ പേജിൽ ഇനി അധികം കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. കാരണം നമ്മൾ ഗോൾസും കാര്യങ്ങളും നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ ജസ്റ്റ് റീക്രിയേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ഹെഡിങ് എഴുതി കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നേരത്തെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വരച്ചിരിക്കുന്ന ഹാർട്ട്സ് അത് മൊത്തത്തിൽ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ മുകളിൽ ആ ഹെഡിങ്ങിൻ്റെ പേപ്പർ വെക്കുമ്പോൾ അത് കാണാണ്ടാവും, ബാക്കി ഉള്ള സ്റ്റാർസ് കാണുന്നില്ല. അതുകൊണ്ട് ഞാനത് കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇനി റേറ്റിംഗ് സിസ്റ്റം പേജസ് ചെയ്തേക്കുന്ന പോലെ തന്നെ എല്ലാത്തിനും ഒരു ഔട്ട്ലൈൻസ് ഇട്ട് കൊടുക്കുക. ഹെഡിങ്ങിനും ഇട്ട് കൊടുക്കുന്നുണ്ട്, ഞാൻ ആ എൻവലപ്പിനും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റിക്കേഴ്സിനും കൂടെ ഞാൻ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നുണ്ടല്ലോ, നിങ്ങളിൽ ആരൊക്കെയാണ് റീഡിംഗ് ജേണൽ കോണ്ടൻസ് ഇഷ്ടപ്പെടുന്നതെന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. ഒരു ബുക്കിൻ്റെ ഇമോജി എന്തെങ്കിലും കമൻറ്റിൽ അറിയിച്ചാൽ മതി. അപ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾ ഈ ഒരു റീഡിംഗ് ജേണൽ കോണ്ടൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഇനിയിപ്പോൾ ആ എൻവലപ്പ് ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഞാനൊരു ബോയിൻ്റെ സ്റ്റിക്കർ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലിങ്ങനെ റെഡ് സ്ട്രോബെറിയുടെ ഇത് വരുന്നത് കൊണ്ട് ആ ഷീറ്റിലുള്ള റോസ് പൂവിനായിട്ട് അത് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റിക്കർ അവിടെ പ്ലേസ് ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. ആൻഡ് ഫൈനലി നമ്മളൊരു TBR പേജാണ് കേട്ടോ ചെയ്യുന്നത്. TBR എന്താണെന്ന് അറിയാത്തവരാണെങ്കിൽ ടു ബി റെഡ് എന്നാണ് കേട്ടോ അതിൻ്റെ ഫുൾ ഫോം. ഇവിടെയാണ് നിങ്ങൾ ഈ ഇയറിൽ വായിക്കാൻ ഉദ്ദേശിക്കുന്ന ബുക്സ് എഴുതി വെക്കേണ്ടത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വായിക്കണമെന്നൊരു ഐഡിയ ഇല്ലെങ്കിൽ ഈ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് പിക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ TBR പേജ് ചെയ്യുമ്പോൾ കുറച്ച് ബുക്സാണ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ വായിക്കാൻ ഉദ്ദേശിക്കുന്ന ബുക്സിൻ്റെ കവർ പേജസ് പ്രിൻ്റ് എടുത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഞാനിവിടെ ഈ ഇയറിൽ മാക്സിമം 100 ബുക്സ് വായിക്കാനാണ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് അത്രയും കവർ പേജസ് എനിക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ബുക്സിൻ്റെ പേര് എഴുതി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പേജ് ഒരു ഡച്ച് ഡോർ സെറ്റപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഈ രീതിയിലുള്ള മോർ പേജസ് ഈ റീഡിംഗ് ജേർണലിൽ വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഞാനിത് എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. എൻ്റെ കയ്യിൽ ഫിസിക്കൽ ബുക്സ് ഇല്ല കേട്ടോ. ഞാൻ ഡിജിറ്റൽ ബുക്സ് ആണ് കറൻ്റ്ലി വായിച്ചുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഫിസിക്കൽ ബുക്ക് എനിക്കിപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. ഇനി വഴിയെ ഒരു ഹോം ലൈബ്രറിയൊക്കെ ഞാൻ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അതിന് പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഈ പേജ് ചെയ്യാൻ എനിക്ക് കുറച്ചധികം ടൈം എടുത്തു കേട്ടോ. കാരണം കുറച്ച് കാര്യങ്ങൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനും പിന്നെ ഈ ടേബിളൊക്കെ വരച്ചെടുക്കാനും പിന്നെ അതിൽ എഴുതി കൊടുക്കാനും ഒക്കെ കുറച്ചധികം സമയം എടുത്തു. എനിക്ക് തോന്നുന്നു ഇതിൽ ടോട്ടൽ ഒരു 112 ബുക്സ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. അത്രയും ബുക്സിൻ്റെ പേരും ഓതേഴ്സിൻ്റെ പേരും ഞാൻ കുത്തിയിരുന്ന് എഴുതുകയാണ് ചെയ്തത്. 100 ബുക്സ് എനിക്ക് വായിച്ച് തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു 80 ബുക്കെങ്കിലും വായിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ അത്രയും ഹാപ്പി ആയിരിക്കും. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ, വായിക്കുന്നതിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇത്ര അധികം ബുക്സ് ഒന്നും നിങ്ങൾ ഗോളിൽ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ബുക്സ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ബുക്സ് അല്ലെങ്കിൽ ഓരോ മന്തിലും ഓരോ ബുക്സ് എന്നുള്ള രീതിക്ക് ചെയ്തു കൊടുത്താൽ മതി. അത് തന്നെ ധാരാളമാണ്. ഞാൻ പിന്നെ അത്യാവശ്യം നല്ലോണം വായിക്കുന്നതുകൊണ്ടാണ് അത്ര ബുക്സ് ഞാൻ എഴുതി കൊടുത്തേക്കുന്നത് കേട്ടോ. ഈ TBR എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ആ പ്രിന്റഡ് പേപ്പറും ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തേക്കുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് വന്നേക്കുന്ന ആ ഒരു കുഞ്ഞിക്കൈ നിങ്ങൾ മൈൻഡാക്കേണ്ട ആവശ്യമില്ല, അതെന്നെ മോളാണ്. ഇനി നമ്മൾ നേരത്തെ 2 പേജസിലും ചെയ്തേക്കുന്ന പോലെ തന്നെ ഈ പേജിലും ഹെഡിങ്ങിനെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു ടാസ്ക് എന്ന് പറയുന്നത്. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പേജിൽ ചെയ്തിരിക്കുന്ന സെയിം പരിപാടി ഒരു 6 പേജ് കഴിഞ്ഞ് 7ാമത്തെ പേജിൽ നമ്മൾ സെയിം കാര്യം തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അത് ഡച്ച് ഡോർ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആ ഫസ്റ്റ് പേജ് ചെയ്തിരിക്കുന്ന സംഭവം തന്നെയാണ് ഞാൻ അവിടെയും ചെയ്ത് കൊടുക്കുന്നത്. ഇനി ടേബിൾ ഒന്ന് ഔട്ട്ലൈൻ ചെയ്തിട്ട് അതിൻ്റെ മോൾ ഭാഗവും താഴത്തെ ഭാഗവും ഇങ്ങനെ ഇതിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക. ഒരു 4 പേപ്പർ എങ്ങാണ്ടുണ്ട്. ആ പേപ്പേഴ്സ് നമ്മളിങ്ങനെ 4-3 പേപ്പേഴ്സ് ഉണ്ട്. അത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് ആ ഭാഗം സീംലെസ് ആകാൻ വേണ്ടിയിട്ട് അവിടെ ഞാനിങ്ങനെ ബ്രഷ് പെന്ന് കൊണ്ട് ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി കിട്ടും. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒരു 7 പേജസിലുള്ള ടേബിൾസ് നമുക്ക് ഒറ്റ പേജിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ റീഡിംഗ് ജേർണൽ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഓണസ്റ്റ്ലി നിങ്ങൾക്ക് ഇത്ര മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇങ്ങനെ റീഡിംഗ് ജേർണൽ പെർഫെക്റ്റ് ആണെന്ന് ഒരു നിർബന്ധവുമില്ല. ജസ്റ്റ് നിങ്ങൾ എൻജോയ് ചെയ്യുന്ന പേജസ് ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. ഈ 3 പേജസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആവുന്ന കൂടുതൽ പേജസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഫൈനൽ ലുക്ക് കാണാം.
അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരുപാട് പേജസ് ആയിട്ട് ഞാൻ ഈ റീഡിംഗ് ജേർണൽ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരയ്ക്കും ബൈ.